Hi, this is Tabea from Germany and I'm living in Bavaria. Welcome to our podcast series Real Stories from Germany. In this podcast series, we will interview Indians who are living in Germany and get to know their experiences and their opinions about life in Germany. Today we are talking to my Indian friend Shiny, who is working as a nurse. Hi there! I'm sitting here at the couch of an Indian family in Bavaria from Kerala who came to Germany in the year of 2017. The wife of my friend is now working at a hospital since April 24 as a nurse and is in the process of getting the full acknowledgement of her profession. So please give us a little more information about you. From which region are you from in India, and in which region of Germany are you living right now? ഹലോ, എൻ്റെ പേര് ഷൈനി എന്നാണ്. ഞാൻ 2017 മുതൽ ജർമ്മനിയിൽ ബവേറി എന്ന സ്ഥലത്ത് താമസിക്കുന്നു. ഞാൻ കേരളത്തിൽ നിന്നാണ് വന്നിരിക്കുന്നത്. ഹസ്ബൻഡും 2 മക്കളും ഉണ്ട് എനിക്ക്. ഞാൻ കഴിഞ്ഞ വർഷം ഏപ്രിൽ മുതൽ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ നേഴ്സിംഗ് ഫുൾ അക്സെപ്റ്റിന് വേണ്ടിയുള്ള പ്രോസസ്സിങ്ങിലാണ്. ക്ലാസ് കഴിഞ്ഞു, ഇപ്പം B2 ചെയ്തുകൊണ്ടിരിക്കുകയാണ്. So Shiny, you are already working for a couple of months here at the German hospital. What do you think are the benefits of working as a nurse in Germany in comparison to India, and what are the differences between India and Germany, and what are the challenges you have in your daily work, and are there any differences in the work culture here in Germany? These are some questions I would like to ask you. ജർമ്മനി എന്ന് പറയുന്നത് നല്ല മനോഹരമായ സ്ഥലമാണ്. 4 സീസൺ ഇവിടെയുണ്ട്. സ്പ്രിങ്, സമ്മർ, ഓട്ടം, വിൻ്റർ. ഇതെല്ലാം വളരെ മനോഹരമായിട്ടാണ് ഇരിക്കുന്നത്. 4 സീസണും നമുക്ക് വളരെയധികം എൻജോയ് ചെയ്യാനും ഒക്കെ പറ്റുന്ന ഒരു നല്ല സ്ഥലമാണിത്. പ്രത്യേകിച്ച് വില്ലേജിലൊക്കെ താമസിക്കുകയാണെങ്കിലും നല്ല മനോഹരമായിട്ട് തന്നെയാണ് ഇവിടെ. നല്ല ഗ്രീനായിട്ടിരിക്കുന്ന ഒരു സ്ഥലമാണ്. പ്രത്യേകിച്ച് ഫാമിലിയും കുഞ്ഞുങ്ങളും ഒക്കെ ആയിട്ട് വരുവാണെങ്കിൽ അവർക്ക് ഒത്തിരി എൻജോയ് ചെയ്യാനൊക്കെ പറ്റുന്ന നല്ലൊരു സ്ഥലം തന്നെയാണ് ജർമ്മനി. പിന്നെ അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ നല്ല പീസ്ഫുള്ളായിട്ടുള്ള സ്ഥലമാണ്. പ്രത്യേകിച്ച് വുമൺസിനും കുഞ്ഞുങ്ങളെയും കൊണ്ടൊക്കെ താമസിക്കാനാണെങ്കിൽ നമുക്കൊന്നും പേടിക്കാനൊന്നുമില്ല. ഞാൻ പറഞ്ഞ സിറ്റികളിലല്ല, കൂടുതലും വില്ലേജുകളിൽ ഒക്കെ ഒത്തിരി സേഫായിട്ട് നമുക്ക് താമസിക്കാനൊക്കെ പറ്റുന്ന ഒരു സ്ഥലം തന്നെയാണ്. ചലഞ്ചെന്ന് പറയുന്നത്, നമുക്ക് ഏറ്റവും പ്രയാസമുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഭാഷയാണ്. ഇപ്പം നാട്ടിൽ നമ്മൾ B2 പാസ്സായിട്ട് വന്നാലും ഭാഷയ്ക്ക് നമ്മൾ ഫ്ലുവൻ്റായിട്ട് സംസാരിച്ചില്ലെങ്കിൽ അത് വലിയ ചലഞ്ച് തന്നെയാണ് ഇവിടെ. ഞാനും ഒത്തിരി അത് അഭിമുഖീകരിച്ചിട്ടുണ്ട്, ആ ഒരു ചലഞ്ചസ്. അതാണ് ഏറ്റവും വലിയ ചലഞ്ച്. പിന്നെ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു സ്റ്റാഫൊക്കെ നമ്മളോട് പറയുന്ന കാര്യങ്ങൾ നമുക്ക് അണ്ടർസ്റ്റാൻഡ് ആയില്ലെങ്കിൽ, മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിൽ അതും വലിയൊരു ഇതാണ്. പ്രത്യേകിച്ച് നമ്മുടെ നഴ്സിങ്ങിൻ്റെ വൊക്കാബുലറികളും ഒക്കെ നമുക്ക് ഒത്തിരി പഠിക്കാനുണ്ട്. അതൊക്കെ പഠിക്കുകയാണെങ്കിൽ ഇച്ചിരൂടെയൊക്കെ എളുപ്പമായിരിക്കും. അതാണ് ഏറ്റവും വലിയ ചലഞ്ച്. ഇവിടുത്തെ ബെനിഫിറ്റ് എന്നുള്ളത് നമ്മുടെ ഇന്ത്യ അപേക്ഷിച്ച് കേരളത്തെ അപേക്ഷിച്ച് 8 hours ജോലി മാത്രമേ ഉള്ളൂ. അത് 3 ഷിഫ്റ്റായിട്ടാണ് വരുന്നത്. രാവിലത്തെ ഷിഫ്റ്റ് 6 മണിക്ക് തുടങ്ങി കഴിഞ്ഞാൽ 2 മണി വരെ. അത് കഴിഞ്ഞിട്ട് 1:30 മുതൽ 8:30 വരെ. അത് കഴിഞ്ഞിട്ട് നൈറ്റ് ഷിഫ്റ്റ്. ഇങ്ങനെ വരുന്നത് 3 ഷിഫ്റ്റായിട്ടാണ് വരുന്നത്. 8 hours കൂടുതൽ നമുക്ക് ഓവർ ടൈം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓവർ ടൈം ചെയ്യേണ്ട കാര്യമില്ല. അല്ലെങ്കിൽ അവർ വേറെ സ്റ്റാഫിനെ വിളിക്കും, ആളില്ലെങ്കിൽ. അതാണ് ഏറ്റവും നല്ലൊരു ബെനിഫിറ്റ് എന്നുള്ളത്. നമ്മുടെ ടൈമിങ്ങിൽ മാത്രം നമ്മൾ ചെയ്താൽ മതി. പിന്നെ നമ്മുടെ ടൈമെന്ന് പറഞ്ഞാൽ കറക്റ്റ് ടൈമിംഗ് ആണ് ഇവിടെ. അതാണ് നമുക്ക് ഏറ്റവും വലിയൊരു പ്രശ്നം. നമ്മൾ ഓൺ ടൈമിങ്ങിൽ ഇവിടെ ജോലി സ്റ്റാർട്ട് ചെയ്യും. പിന്നെ സാലറി എന്ന് പറഞ്ഞാൽ നമ്മുടെ നാടിനെ അപേക്ഷിച്ച് തീർച്ചയായും സാലറി ഇവിടെ നമുക്ക് കൂടുതൽ കിട്ടും. ബെനിഫിറ്റും ഉണ്ട്. പിന്നെ സോഷ്യൽ സെക്യൂരിറ്റി ഉണ്ട്. അതാണ് ഇവിടുത്തെ ബെനിഫിറ്റ് എന്നുള്ളത്. Right now, you are in the acknowledgement process of your Indian nursing certificates for working in Germany as a full acknowledged professional worker. And my question is,
What is necessary for the full acknowledgement as a nurse? ഞാൻ കഴിഞ്ഞ 7 വർഷമായിട്ട് ഇവിടെ താമസിച്ചുകൊണ്ടിരിക്കുന്ന ഫാമിലിയായിട്ട്. ഇവിടെ നിന്നാണ് ഞാൻ എൻ്റെ എല്ലാ പ്രോസസ്സിങ്ങും ചെയ്തുകൊണ്ടിരുന്നത്. അതെനിക്ക് പറയാം ഞാൻ എന്തൊക്കെ ചെയ്തെന്നുള്ളത്. ആദ്യം ഞാൻ എൻ്റെ നഴ്സിംഗ് സർട്ടിഫിക്കറ്റ് എല്ലാം ഇവിടെ ഇംഗ്ലീഷിൽ നിന്നെല്ലാം ജർമ്മനിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് എല്ലാ ഡോക്യുമെൻറ്റും ഞാൻ താമസിക്കുന്ന അടുത്തൊരു ഹോസ്പിറ്റലിലേക്ക് എല്ലാം ഞാൻ അയച്ചു. അവരെനിക്ക് 2-3 ആഴ്ച കഴിഞ്ഞപ്പോൾ അവരെനിക്ക് റിപ്ലൈ ചെയ്തു. അവർക്ക് ആളെ ആവശ്യമുണ്ടെന്നും പറഞ്ഞു. അങ്ങനെ ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. അവരെന്നോട് പറഞ്ഞു എൻ്റെ എല്ലാ സർട്ടിഫിക്കറ്റും അടുത്ത റീജിയനിലേക്ക് അയക്കാൻ. അങ്ങനെ ഞാൻ റീജിയനിലേക്ക് എൻ്റെ എല്ലാ സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി ഞാൻ അയച്ചു. അതും കുറച്ചൊരു 3 മുതൽ 6 ആഴ്ച വരെ പ്രോസസ്സിങ് എടുത്തു. അത് കഴിഞ്ഞ് അവരെനിക്ക് മെയിൽ അയച്ചു എത്ര അനർക്കനും കോഴ്സ് എത്ര നാൾ ചെയ്യണം എന്നുള്ളത്. എനിക്ക് 7 മാസം ചെയ്യണമായിരുന്നു. അങ്ങനെ ഇവിടെ അടുത്തുള്ള ഒരു സ്കൂളിൽ എനിക്ക് അഡ്മിഷൻ കിട്ടി. അങ്ങനെ ഞാൻ അനർക്കനും കോഴ്സ് ചെയ്തു. അതോടൊപ്പം തന്നെ പ്രാക്ടിക്കലും അടുത്തുള്ളൊരു ഹോസ്പിറ്റലിൽ ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ 7 മാസം കഴിഞ്ഞ് എനിക്ക് എക്സാം ഉണ്ടായിരുന്നു. എക്സാം കഴിഞ്ഞു, എക്സാം പാസ്സായി. ഇപ്പം B2 ചെയ്തുകൊണ്ടിരിക്കുക. B2 കൂടെ കംപ്ലീറ്റ് ആയാലേ ഊർക്കുണ്ട കിട്ടത്തുള്ളൂ. ഊർക്കുണ്ട കിട്ടിയാലേ എനിക്ക് ഫുൾ അക്സെപ്റ്റൻസ് ആയിട്ട് ഇവിടെ നേഴ്സായിട്ട് ഫുള്ളി എനിക്ക് ജോലി ചെയ്യാനൊക്കത്തുള്ളൂ. So which visa article are you having during this acknowledgement process? എനിക്ക് ഇപ്പോൾ കിട്ടിയ വിസ ആർട്ടിക്കിൾ 16D ആണ് എനിക്ക് കിട്ടിയത്. So Shiny, what do you think one should know before coming to Germany, and what are your tips you could give to Indian nurses who are interested in to come here? ജർമ്മനിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർ നിങ്ങളുടെ സർട്ടിഫിക്കറ്റൊക്കെ അറ്റസ്റ്റ് ചെയ്യുക, ക്ലിയർ ചെയ്യേണ്ടതെല്ലാം ക്ലിയർ ചെയ്യുക. B2 ലാംഗ്വേജ് അത് ക്ലിയർ ചെയ്യണം. പിന്നെ ഇവിടെ കൾച്ചറെല്ലാം നമ്മുടെ നാടുമായിട്ടുള്ള കൾച്ചറിൽ നിന്ന് ഒത്തിരി വ്യത്യാസമാണ്. അതിന് മൈൻഡ് പ്രിപ്പയർ ചെയ്യുക അതിലേക്ക്. അതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. Thank you for your time and for letting us know all your insights. The interview was carried out in January 2025. Since January 2025, a new law regarding the recognition of foreign nursing degrees has come into effect. This change is due to the integration of the previous nursing apprenticeship and the old care apprenticeship into a single program now called Pflegefachmann and Pflegefachfrau. As part of this reform, the theoretical portion of the training now includes additional content on caring for elderly patients, and the required language proficiency has been set at a B2 levels, specifically tailored to nursing terminology. In my opinion, the best preparation for a successful recognition process as a foreign nurse in Germany is to study German up to a B2 level in India, and then complete the specialized B2 nursing language course once you are in Germany. This approach allows you to establish a strong foundation in the language and then refine your nursing-specific language skills in the German healthcare context. For visa information, I recommend visiting the official website Make It in Germany. For details on the process of recognizing your nursing qualifications, the website Anerkennung in Deutschland is an essential resource. We, the people of Germany, have a strong demand for qualified nurses and would like to warmly welcome you to become a part of our healthcare system. Thank you for listening to our first podcast.